ശോഭാ സുരേന്ദ്രൻ ജയിച്ചിരുന്നെങ്കിൽ വൈക്കടവ് സ്വർണമെന്ന് നിയമസഭയിൽ പറയാൻ ഒരാൾ ഉണ്ടാകുമായിരുന്നുവെന്ന് സുരേഷ് ഗോപി എം.പി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ ബി.ജെ.പി ജയിക്കുമായിരുന്നുവെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. എൻ.ഡി.എ സ്ഥാനാർത്ഥികളായ വി.കെ. സജീവൻ, നവ്യ ഹരിദാസ്, അഡ്വക്കേറ്റ് കെ.വി. പ്രകാശ് ബാബു എന്നിവരുടെ തിരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. ശോഭ അന്ന് ജയിച്ചിരുന്നെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തിയവരോട് നിയമസഭയിൽ വെക്കടോ സ്വർണമെന്ന് പറയാൻ ഒരു പ്രതിപക്ഷം അവിടെ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഇത്തവണ ബി.ജെ.പിക്ക് സംസ്ഥാന ഭരണം പിടിക്കാമായിരുന്നുവെന്നും സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതിനെയും വലതിനെയും ചവിട്ടി പുറത്താക്കണം. ബി.ജെ.പിക്കെതിരായ ഡീൽ ആരോപണത്തെയും സുരേഷ് ഗോപി പരിഹസിച്ചു. ഡീലല്ല പീൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിവാദമായ മറ്റേ മുൻ പരാമർശത്തിൽ വിശദീകരണം നൽകുകയും താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് പറയുകയും ചെയ്തതിന്റെ തൊട്ടു പിന്നാലെ വീണ്ടും മറ്റേ പ്രയോഗം നടത്തി സുരേഷ് ഗോപി. ബേപ്പൂരിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥി കെ.പി. പ്രകാശ് ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുന്നതിനിടയിലായിരുന്നു സംഭവം. എയിംസ് വിഷയത്തിൽ സംസാരിക്കുന്നതിനിടയിൽ നടത്തിയ മറ്റേ മുൻ പരാമർശമാണ് 2 മാസം മുൻപ് വിവാദമായത്. മറ്റർത്ഥത്തിലല്ല ആ പദം ഉപയോഗിച്ചത്. എയിംസ് വരുമെന്നാണ് പറഞ്ഞതെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖരന് ഷോളിട്ട കാര്യം വിവാദമാക്കിയത് മറ്റേ ഗുണമുള്ളവരാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ സംസാരിക്കുകയായിരുന്നതുകൊണ്ടാണ് ഷോൾ സ്വയം വിട്ടത്. പ്രചരിപ്പിക്കുന്നവർ മറ്റേ ഗുണത്തിൽപ്പെട്ടവരാണ്. താൻ പ്രജ എന്ന് പറഞ്ഞാൽ തിരിച്ച് രാജാവ് എന്ന് പറയുന്നു. പ്രജ എന്നതിൽ തന്നെ രാജയുണ്ട്. ചൊറിയുന്നവർക്ക് വേണ്ടിയാണ് അതേ പദം വീണ്ടും വീണ്ടും പറയുന്നതെന്നും സുരേഷ് ഗോപി വിശദീകരിച്ചു.